ഹലോ ഗായ്സ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേജറിങ് എഗ്രിമെൻറ്റ്. വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേജറിങ് എഗ്രിമെൻറ്റിൽ നിന്ന് ബെറ്റ് എന്ന് പറഞ്ഞാൽ പന്തയം അടിസ്ഥാനം ആക്കി ഉണ്ടാക്കുന്നൊരു എഗ്രിമെൻ്റാണ്. രണ്ട് പേര് ഒരു അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻ്റോ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്ത സംഭവമാണ് ചൂസ് ചെയ്യുന്നത്. ഈ സംഭവത്തിൽ റിസൾട്ട് അനുസരിച്ച് ഒരാൾ പൈസ, വാല്യുബിൾ ഐറ്റമോ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. എക്സാമ്പിളാണ്, നാളെ എൻ്റെ മാച്ച് ജയിച്ചാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം, തോറ്റാൽ നീ എനിക്ക് 1000 രൂപ തരണേ എന്ന് ഒരു വേജറിങ് എഗ്രിമെൻ്റാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 1872 സെക്ഷൻ 30 പ്രകാരമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. കോർട്ട് ഇത്തരം എഗ്രിമെൻ്റ് എൻഫോഴ്സ് ചെയ്യില്ല. ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേജറിങ് എഗ്രിമെൻറ്റ് രണ്ട് പേർക്കും ഈക്വൽ ചാൻസാണ്. റിസൾട്ട് അനുസരിച്ച് ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും. ആരും റിസൾട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാം ചാൻസും ഭാഗ്യം കൊണ്ട് അടിസ്ഥാനത്തിലാണ്. പിന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺസർട്ടൺ ഇവൻ്റ്, അതായത് ഇവൻ്റ് അൺസർട്ടൺ ആയിരിക്കണം, അത് നടക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, മഴ പെയ്യുമോ ഇന്ത്യ ജയിക്കുമോ. പിന്നെ മ്യൂച്വൽ ചാൻസ് ഓഫ് ഗെയിൻ ഓർ ലോസ്, രണ്ട് പേർക്കും ഗെയിൻ ചെയ്യുന്നുണ്ടോ ലോസ് ചെയ്യുന്നുണ്ടോ വരുന്നുണ്ടോ ചാൻസ് ഉണ്ട്. ഒരാൾ ജയിച്ചാൽ മറ്റൊരാൾ ലോസ് ചെയ്യും. പിന്നെ നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്, റിസൾട്ട് രണ്ട് പേരുടെയും കൺട്രോളിൽ ആയിരിക്കരുത്, അത് കംപ്ലീറ്റ്ലി ചാൻസ് ഉണ്ട്. പിന്നെ നോ അതർ ഇൻട്രസ്റ്റ്, ബെറ്റ് ജയിക്കുന്ന അല്ലാതെ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. സബ്ജക്റ്റ് മാറ്റേഴ്സിൽ ഓണർഷിപ്പോ ജെന്യുവൻ ഇൻട്രസ്റ്റോ ഉണ്ടാക്കരുത്. എക്സാമ്പിൾ, ഇൻഷുറൻസിൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ വേജറിൽ പൈസ ജയിക്കാൻ മാത്രമാണ് ഇൻട്രസ്റ്റ്. പിന്നെ ബേസ്ഡ് ഓൺ ചാൻസ്, എൻ്റെ എഗ്രിമെൻറ്റ് ചാൻസിനെ അടിസ്ഥാനം ആക്കിയാണ്, സ്കില്ലല്ല ഭാഗ്യമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ 30 ലീഗൽ പൊസിഷൻ. ഇതിൽ പറഞ്ഞത് സെക്ഷൻ 30 പ്രകാരം വേജറിങ് എഗ്രിമെൻറ്റ് വോയിഡിങ് എഗ്രിമെൻ്റ് ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ലീഗൽ വാലിഡിറ്റി ഇല്ല, കോർട്ട് ഹെൽപ്പ് ചെയ്യില്ല. ബെറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുത്ത് റിക്കവർ ചെയ്യാനും പറ്റില്ല. ഈ വോയിഡ് ബട്ട് നോട്ട് ഇല്ലീഗലാവും. അതായത് ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കും. വോയിഡാണ്, പക്ഷെ ഇല്ലീഗലല്ല. അതായത് എല്ലാ വേജറിങ് എഗ്രിമെൻറ്റും ഇല്ലീഗലല്ല, അത് വോയിഡ് മാത്രമാണ്. അതായത് എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ക്രിമിനൽ ഒഫൻസസ് ആവണമെന്നില്ല. എന്നാൽ ഗാംബ്ലിംഗ് ലോ പ്രോഹിബിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സിനൊക്കെ അത് ഇല്ലീഗലാക്കാം. എഗ്രിമെൻറ്റ് വിച്ച് ആർ നോട്ട് വേജേഴ്സ് ആണ്. എന്തൊക്കെ എഗ്രിമെൻറ്റ്സ് ആണ് ബെറ്റ് അല്ലാത്തത്? ഇൻഷുറൻസ് കോൺട്രാക്റ്റും സ്കിൽ ബേസ്ഡ് കോമ്പറ്റീഷനും. ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് വേജർ അല്ല. റീസൺ, ഇൻഷുറൻസ് ഇൻട്രസ്റ്റ് ഉണ്ട്. എക്സാമ്പിൾ, ഓൺ കാറ് ഇൻഷുർ ചെയ്യുന്നത്, ഓൺ ലൈഫ് ഇൻഷുർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രൊട്ടക്ഷനാണ് മെയിൻ, ബെറ്റല്ല. പിന്നെ സ്കിൽ ബേസ്ഡ് കോമ്പറ്റീഷൻ എന്നാൽ സ്കിൽ അടിസ്ഥാനമായ കോമ്പറ്റീഷൻസ് വേജർ അല്ല. എക്സാമ്പിൾ, ചെസ്സ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, സിംഗിങ് കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ. ഇവിടെ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചാൻസ് അല്ല. അതുകൊണ്ട് വാലിഡ് എഗ്രിമെൻ്റ് ആണ്. എക്സാമ്പിൾ ഓഫ് വേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ പറയുന്നു നാളെ മഴ പെയ്താൽ ഞാൻ 500 തരാം. അരുൺ പറയുന്നു മഴ പെയ്തില്ലെങ്കിൽ ഞാൻ 500 തരാം. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കും കൺട്രോൾ ഇല്ല, അപ്പോൾ അത് വേജറിങ് എഗ്രിമെൻ്റ് ആണ്. ഇനി കൺക്ലൂഡ് ചെയ്യാണ്, വേജറിങ് എഗ്രിമെൻ്റ് എന്നാൽ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ബെറ്റ് എഗ്രിമെൻ്റ് ആണ്. ഇത് ചാൻസ് അടിസ്ഥാനത്തിലാണ്. സെക്ഷൻ 13 പ്രകാരം ഇത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. കോർട്ട് ഇത് എൻഫോഴ്സ് ചെയ്യില്ല. പിന്നെ ബെറ്റിൻ്റെ പൈസ റിക്കവർ ചെയ്യാൻ കേസ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ സ്പെസിഫിക് ഗാംബ്ലിംഗ് ലോസ് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ജനറലി ഇല്ലീഗലല്ല, വോയിഡ് മാത്രമാണ്. അടുത്താണ് ആൽക്കാർഡ് വേഴ്സസ് സ്കിന്നർ. 1887 കേസാണ്. ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ആദ്യം പറയുന്നത്.
ആൽക്കാർഡ് വേഴ്സസ് സ്കിന്നർ 1887 എന്ന് പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷ് കേസാണ്. ഇത് പറയുന്നത് ഒരാൾ മറ്റൊരാളെ സ്പിരിച്വൽ, ആത്മീയ അല്ലെങ്കിൽ ഫിഡ്യൂഷ്യറി, ട്രസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ വിശ്വാസ ബന്ധ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഡോമിനൻ്റ് പേഴ്സൺ വീക്ക് പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഡിസിഷൻ എടുപ്പിക്കും. പിന്നെ സാധ്യതയുണ്ടെന്നാണ് ആ ഡോമിനൻ്റ് പേഴ്സൺ വീക്കായ പേഴ്സണിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഡിസിഷൻ എടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇക്വിറ്റി ലോന് ലാൻഡ്മാർക്ക് കേസാണ്. ഇതിൻ്റെ ഫാക്റ്റ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ആൽക്കാർഡ് ഒരു റിലീജിയസ് സിസ്റ്റർഹുഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ മദർ സുപ്പീരിയറിന് സ്കിന്നറിൻ്റെ സ്ട്രോങ് സ്പിരിച്വൽ ഇൻഫ്ലുവൻസറായി. ആ ഇൻഫ്ലുവൻസ് കാരണം അവരുടെ വലിയ എമൗണ്ടും പൈസയും പ്രോപ്പർട്ടിയും സിസ്റ്റർഹുഡിനെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ സിസ്റ്റർഹുഡ് വിട്ട് പുറത്ത് വന്നു. അപ്പോഴാണ് ആ ഗിഫ്റ്റ്സ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണം അന്ന് കൊടുത്തതാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് സ്വന്തം പൈസയും തിരിച്ച് കിട്ടാൻ കോർട്ടിൽ കേസ് കൊടുത്തു. ഡിസിഷൻ ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിൽ എന്ത് പറഞ്ഞു? ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്കിന്നറും ആൽക്കാർഡും തമ്മിൽ ഡോമിനൻ്റ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോ അൺഡ്യൂ പെർസ്യൂം ചെയ്തു. അതായത് സ്കിന്നർ അൺഫെയറായി ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് കോർട്ടിന് അസ്യൂം ചെയ്തു. പക്ഷെ കോർട്ട് പ്രോപ്പർലി തിരിച്ചു കൊടുത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേച്ചസാണ്. മിസ് ആൽക്കാർഡ് കേസ് കൊടുക്കാൻ വളരെ അധികം ലേറ്റായി. ഇക്വിറ്റിയിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്, ഡിലേ ഡിഫക്ട്സ് ഇക്വിറ്റി. അതായത് അവസാനമായി അനാവശ്യമായ കോർട്ടിനെ സമീപിക്കാൻ വൈകിയാൽ കോർട്ട് റിലീഫ് കൊടുക്കാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അന്ന് കോർട്ട് അവരുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി ഇമ്പോർട്ടൻറ്റ് ലീഗൽ പ്രിൻസിപ്പിൾസ്. ഇമ്പോർട്ടൻറ്റ് ലീഗൽ പ്രിൻസിപ്പിളാണ് ഈ കേസ് നമ്മുടെ പഠിപ്പിക്കുന്ന സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഒരു പേഴ്സൺ ഡോമിനൻ്റ് പൊസിഷൻ ആണെങ്കിൽ ഇതിൽ കോർട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പെർസ്യൂം ചെയ്യുന്നു. പക്ഷേ എഫക്റ്റഡ് പേഴ്സണ് കേസ് കൊടുക്കാൻ വളരെ ലേറ്റ് ആയപ്പോൾ ലേറ്റസ് കാരണം റിലീഫ് കിട്ടിയില്ല. ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ആൽക്കാർഡ് വേഴ്സസ് സ്കിന്നർ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഫിഡ്യൂഷ്യറി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കോർട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പ്രിസ്യൂം ചെയ്യും. എന്നാൽ എഫക്റ്റഡ് പേഴ്സൺ കോർട്ടിൽ പോകാൻ അനാവശ്യമായി വൈകിയ ലേറ്റസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം കോർട്ട് റിലീഫ് നിഷേധിക്കും. ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.